ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ ജാമ്യത്തിനെതിരെ SIT ഹൈക്കോടതിയിലേക്ക് അപ്പീൽ നൽകാമെന്ന് നിയമോപദേശം ലഭിച്ചു. അപ്പീലിൽ അനുകൂല വിധിക്ക് സാധ്യതയുണ്ടെന്നും SITക്ക് നിയമോപദേശം. സിജോ വി ജോൺ ചേരുകയാണ് വിശദാംശങ്ങളുമായി. സിജോ, തന്ത്രിക്ക് ജാമ്യം നൽകിക്കൊണ്ട് കോടതി പറഞ്ഞ പരാമർശങ്ങൾ SITക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങളായിരുന്നു. അന്ന് കോടതി പറഞ്ഞത് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് SITക്ക് തെളിയിക്കാനായില്ല, SIT പരാജയപ്പെട്ടു ആ വിഷയത്തിൽ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ മേൽക്കോടതിയിൽ പോയാൽ, ഹൈക്കോടതിയിൽ പോയാൽ എങ്ങനെ അനുകൂല തീരുമാനം ഉണ്ടാകും എന്നാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും കൊണ്ടുപോയപ്പോൾ തന്ത്രിയായിരുന്ന കണ്ഠര് രാജീവര് മൗന അനുവാദം നൽകി. അതോടൊപ്പം തന്നെ ഈ തട്ടിപ്പിന്റെ ഗൂഢാലോചനയിൽ പങ്കാളിയായി. ഇങ്ങനെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു തന്ത്രി കണ്ഠര് രാജീവരെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന SIT അറസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ അറസ്റ്റിലായി 41-ാം ദിവസം കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ഈ കേസിലെ മറ്റ് പ്രതികൾ 90 ദിവസം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം തേടിയാണ് പുറത്തിറങ്ങിയത്. പക്ഷെ തന്ത്രിയുടെ കാര്യത്തിൽ തെളിവുകളുടെ അഭാവത്തിലാണ് തന്ത്രിക്ക് ജാമ്യം അനുവദിക്കുന്നത്. മാത്രമല്ല, തന്ത്രിയെ ഇതുമായി ബന്ധപ്പെടുത്തുന്ന യാതൊരു തരത്തിലുള്ള തെളിവുകളും ഹാജരാക്കാൻ വേണ്ടി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്നുള്ള ഒരു കാര്യവും ഈ കോടതി ഉത്തരവിലുണ്ടായിരുന്നു. ഇത് വലിയ തിരിച്ചടിയാണ് SITക്ക് ഉണ്ടായത്. ഈ ഒരു സാഹചര്യത്തിലാണ് തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി ആലോചിച്ചത്. ഇതിന്റെ പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ നിയമോപദേശം തേടിയിരുന്നു. ഈ നിയമോപദേശം ലഭിച്ചിരിക്കുന്നതിൽ വ്യക്തമാക്കുന്നത് ഇതിൽ അപ്പീൽ പോയി കഴിഞ്ഞാൽ അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, തന്ത്രിയെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്ന പലതരത്തിലുള്ള തെളിവുകളും ഉണ്ട് എന്നുള്ളതാണ് ഈ നിയമോപദേശം വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി SIT തീരുമാനിച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ ഇത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ വിവാദമായിരുന്നു തന്ത്രിയെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് തന്ത്രി ജയിൽ മോചിതനായതിനു ശേഷവും തന്ത്രി വാദത്തിനിടയിൽ പറഞ്ഞത് ഈ ശബരിമലയിൽ യുവതി പ്രവേശനത്തിന്റെ എതിർത്തതാണ് സർക്കാരിന് തന്നോടുള്ള പകയ്ക്ക് കാരണമായത്. ഈ പകയാണ് ഈ കേസിൽ തന്നെ അറസ്റ്റ് ആകാനുള്ള കാരണമെന്നാണ് ഇതിന്റെ വാദത്തിനിടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നത്. മാത്രമല്ല, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ രക്ഷിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തന്ത്രിയെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് പ്രധാനമായും ഉയർന്ന ആരോപണം. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ട് അന്വേഷണ സംഘം ഹൈക്കോടതിയെ സമീപിക്കാൻ ആലോചിക്കുന്നത്. എന്തായാലും നിയമോപദേശവും അനുകൂലമായിട്ടാണ് ലഭിച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം SIT എടുക്കും. സിജോ, ഇതിൽ ഒരു കാര്യം, ബാക്കിയുള്ള പ്രതികളുടെ കാര്യം നമുക്കറിയാം. അതായത് കുറ്റപത്രം സമർപ്പിക്കാതെ 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാതെ സ്വാഭാവിക ജാമ്യമാണ് ബാക്കി എല്ലാ പ്രതികൾക്കും കിട്ടിയത്. തന്ത്രിയുടെ കേസിൽ മാത്രമാണ് ഇപ്പോൾ 41 ദിവസം പിന്നിടുമ്പോൾ ജാമ്യം ലഭിക്കുന്നതും SITക്കെതിരെ അതിഗുരുതരമായ സ്വഭാവത്തിലുള്ള പരാമർശങ്ങൾ കോടതി പറയുന്നതും. അപ്പോൾ ജാമ്യം റദ്ദാക്കണം എന്നുള്ള ആവശ്യമാണോ, അതല്ല അതിനേക്കാൾ ഉപരിയായി ഈ പരാമർശങ്ങൾ അതൊന്ന് മാറിക്കിട്ടണം എന്നുള്ളതാണ് SIT ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? ഈ ജാമ്യം റദ്ദാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിൽ 2 പ്രതികൾ മാത്രമാണ് സ്വാഭാവിക ജാമ്യമല്ലാതെ പുറത്തു വന്നിട്ടുള്ളത്. അതൊന്ന് ഇപ്പോൾ ഏറ്റവും അവസാനമായി തന്ത്രി കണ്ഠര് രാജീവര്, അതോടൊപ്പം തന്നെ P ശ്രീകുമാർ. അങ്ങനെ 2 പേരാണ്. ഈ P ശ്രീകുമാറിനെ ഇതിനെ കണക്ട് ചെയ്യുന്ന യാതൊരു തരത്തിലുള്ള തെളിവില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നത്. അതുപോലെ തന്നെയാണ് തന്ത്രിയുടെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ ഉത്തരവിൽ ഏറ്റവും പ്രധാനമായ ചില കാര്യങ്ങൾ എടുത്തു പറയുന്നത് തന്ത്രിക്ക് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഉത്തരവാദിത്വമില്ല. ഇതിൽ ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് തന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിന് അനുജ്ഞ നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള കണക്ഷനും അതിനുള്ള തെളിവുകൾ ഒന്നുമില്ല എന്നുള്ള കാര്യം പറയുന്നു. രണ്ടാമതായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു. ഈ കേസിന്റെ വാദത്തിനിടെ, ഈ ജാമ്യ ഹർജിയുടെ വാദത്തിനിടെ തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ശബരിമലയിൽ തന്ത്രിയായിരുന്ന കണ്ഠര് രാജീവര് 2 കോടിയിലധികം രൂപയുടെ സ്വത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ പേരിലും ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട്. അങ്ങനെ ഇതെല്ലാം ഈ കൊള്ളയുടെ ഭാഗമായിട്ടാണെന്നുള്ള സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ വാദഗതി ഉന്നയിച്ചത്. പക്ഷേ സാമ്പത്തികപരമായ കാര്യങ്ങൾ ഈ കേസുമായി കണക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം കോടതി ചൂണ്ടിക്കാണി. അങ്ങനെ
ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധമാണെങ്കിലും അല്ലെങ്കിൽ ഈ ദ്വാരപാലക ശില്പവും കട്ടളപ്പാടിയും കൊടുത്തുവിട്ട സംഭവമാണെങ്കിലും ഈ വാദങ്ങളെല്ലാം SIT ഉന്നയിച്ചതെല്ലാം അത് അപ്പാടെ തള്ളുന്ന സമീപനമായിരുന്നു കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ആ ഉത്തരവിൽ ആ കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഈ ജാമ്യവ്യവസ്ഥയെ ജാമ്യത്തിനെ എതിർത്തുകൊണ്ട് അപ്പീൽ നൽകി കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് അനുകൂലമാകും. അതോടൊപ്പം തന്നെ സ്വാഭാവികമായും നമുക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ, അതായത് തന്ത്രിക്കെതിരെ തെളിവുകളുണ്ട് എന്നുള്ള ഒരു കാര്യമായിരിക്കും ഹൈക്കോടതിയിൽ സ്വാഭാവികമായും SIT ചൂണ്ടിക്കാണിക്കുക. അത് അംഗീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല തീരുമാനമുണ്ടായാൽ അത് ഹൈക്കോടതി അംഗീകരിക്കുന്നുള്ള ഒരു പ്രതീതി SITക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. അത് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ തിരിച്ചടിയിൽ നിന്ന് ഒരു പരിധി വരെ മറികടക്കാൻ സാധിക്കുമെന്നൊരു കണക്കൂട്ടലാണ് SITക്കുള്ളത്. അതുകൊണ്ടാണ് ഏത് വിധേനയും ഹൈക്കോടതിയെ സമീപിക്കാനും അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ് സമ്പാദിച്ചെടുക്കാനുള്ള നീക്കത്തിലേക്ക് SIT കടക്കുകയും ചെയ്യുന്നത്. യെസ്, സിജോ വി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.